കാഴ്ചയുടെ സൗന്ദര്യത്തിലും സംഗീതത്തിൻ്റെ നൈർമല്യത്തിലും അനുഷ്ഠാനവാദ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് ഇടയ്ക്ക. ദേവന്റെ ഏറ്റവും അടുത്ത് നിന്ന് പ്രയോഗിക്കപ്പെടുന്ന വാദ്യം എന്ന സവിശേഷതയും ഇടയ്ക്കയ്ക്കുണ്ട്. ഇടയ്ക്കയുടെ പ്രയോഗ വൈശിഷ്ട്യവും അനുഷ്ഠാന മഹിമയും ഇനി കാണാം. കേരളത്തിന്റെ ആത്മഗാനം പ്രവഹിക്കുന്ന ദിവ്യ വാദ്യോപകരണമാണ് ഇടയ്ക്ക. ഒരിക്കലും നിലം തൊടിയിക്കരുത് എന്ന് കർക്കശ നിഷ്ഠയുള്ള ഈ ഉപകരണം സോപാന സംഗീതത്തിന്റെ ആത്മാവാണ്. ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ട് അനുഷ്ഠാനവാദ്യ പ്രയോഗങ്ങളിൽ ഇടയ്ക്ക വേറിട്ടു നിൽക്കുന്ന ശബ്ദാനുഭവം തന്നെയാണ്. ഭക്തിപ്രധാനദായകം എന്നതു തന്നെയാണ് മഹനീയമായ ഈ ഉപകരണത്തിന്റെ ഉത്കർഷത. ഇടയ്ക്ക ഒരു കാലത്തും നിലത്ത് വയ്ക്കാൻ പാടില്ല. അത്ര ദിവ്യത്വം ഇടയ്ക്കയ്ക്ക് കൽപ്പിക്കുന്നുണ്ട്. ദേവന്റെ ഏറ്റവും അടുത്ത് നിന്ന് കൊണ്ടുള്ളതും ഏറ്റവും പ്രധാനമായിട്ടുള്ള പൂജകൾക്കൊക്കെ നാടടച്ചിരിക്കുമ്പോൾ ഉപയോഗിക്കുന്നതും ഇടയ്ക്കാണ്. കുട്ടിപ്പാടി സേവയ്ക്ക് ഉപയോഗിക്കുന്ന വാദ്യവും ഇടയ്ക്കാണ്. വാദ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നേരിയ മൃഗത്തുലിയാണ് ഇതിന് ഉപയോഗിക്കപ്പെടുന്നത്. സസൂക്ഷ്മം ഉപയോഗിക്കേണ്ട ഈ വാദ്യം വാദ്യകാരൻ തൻ്റെ ശരീരകലകളിൽ ഒന്നായിട്ടാണ് പരിപാലിച്ചു പോരേണ്ടത്. ശബ്ദം കൊണ്ട് മാത്രമല്ല, ശില്പഭംഗി കൊണ്ടും ഇടയ്ക്ക ഏവരെയും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇടയ്ക്ക പൊതുവെ ഉപയോഗിക്കപ്പെടുന്നത് സോപാന സംഗീതത്തിനാണ്. പൊതുവാൾ അല്ലെങ്കിൽ മാരാർ സമുദായക്കാരാണ് ക്ഷേത്ര സോപാനത്തിനരികെ സോപാന സംഗീതം ആലപിക്കുന്നത്. പാട്ടിനേക്കാൾ കൊട്ടിന് പ്രാധാന്യമുള്ള കേരളത്തിൽ സംഗീതാത്മകമായിട്ട് പ്രയോഗിക്കുന്ന വാദ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാദ്യമാണ് ഇടയ്ക്ക. ഇടയ്ക്ക കാഴ്ചയിലും കേൾവിയിലും കേരളത്തിൽ നിലനിൽക്കുന്ന മറ്റ് കൊട്ടുവാദ്യങ്ങളെക്കാൾ, തനി കേരളീയ കൊട്ടുവാദ്യങ്ങളെക്കാൾ ഇടയ്ക്കയ്ക്ക് കൂടുതൽ സംഗീതം കൂടും. അതുകൊണ്ടാണ് അഷ്ടപതി പോലെയുള്ള സംഗീത രൂപങ്ങളുടെ കൂടെയും മോഹിനിയാട്ടം പോലെയുള്ള നൃത്ത സംഗീതത്തിൻ്റെ കൂടെയൊക്കെ ഇടയ്ക്ക പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള കാരണം അതാണ്. ഇടയ്ക്കുമ്പോൾ സാധകം ചെയ്യാനും വളരെ വിഷമമുണ്ട്. അതിന് കയ്യിൽ പിടിക്കുന്ന ഒരു വട്ടാണ് സാധകം ചെയ്യാൻ ഉപയോഗിക്കുക.
ആ വട്ടുമ്പോൾ സാധനം ചെയ്താൽ എന്ന് വെച്ചാൽ കയ്യിൽ ഒരു കൊല്ലല്ലേ ഉള്ളൂ, അല്ല ഒരു കൈ കൊണ്ടേ കൊട്ടാൻ പാടുള്ളൂ, 2 കൈ കൊണ്ട് കൊട്ടാൻ പറ്റില്ല. അപ്പോൾ അതിന് പ്രത്യേക സാധകം വേണം. അതൊക്കെ നാളുണ്ട് ധാരാളം. ക്ഷേത്രങ്ങളിൽ പൂജ സമയത്ത് ഇന്നന്ന പൂജയ്ക്ക് ഇന്നന്ന രാഗങ്ങളിൽ ഇന്നന്ന രീതിയിൽ കൊട്ടണം എന്നുള്ള ശാസ്ത്രീയ വശം ഏത് ശാസ്ത്രത്തിലാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ നമ്മുടെ അറിവ് ഒന്നുമില്ല. എന്നുവെച്ചാൽ അതിന് ശാസ്ത്രത്തിനൊരു പുസ്തകം ഇതേവരെ എൻ്റെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല, എൻ്റെ അറിവിൽ പെട്ടിട്ടില്ല. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, വിദഗ്ധന്മാരായിട്ടുള്ള പലരോടും ചോദിച്ചിട്ടുണ്ട്, ഈ വാദ്യത്തിന് എന്തെങ്കിലും ഇന്ന സമയത്ത് ഇന്നെ കൊട്ടണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഏതെങ്കിലും ഗ്രന്ഥത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും ശരിക്കും ഉത്തരം പറയാൻ പറ്റിയില്ല.